അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തൊക്കെ മക്കളെ വിശേഷങ്ങൾ? സുഖമല്ലേ? എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാഹ് നമുക്കും വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണം. അപ്പോൾ ഇന്നലെ ഞാൻ മസ്റൂറ മോളെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ടുണ്ട്, അതിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കമൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്. കാരണം നമ്മളെടുത്ത ഒരു തെളിവുകളൊന്നുമില്ല ഇതിന് നിരത്താൻ വേണ്ടിയിട്ട്. പിന്നെ പണ്ട് വിളിക്കുമ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമ്മളെ വിശ്വസിച്ച് പറഞ്ഞ ഒരു കാര്യങ്ങളും ഞാൻ പുറത്ത് പറയില്ല. അതാര് പറഞ്ഞാലും, അത് അവൾ പറഞ്ഞാന്നല്ല, വേറെ ആര് പറഞ്ഞാലും എന്നെ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പുറത്ത് പറയില്ല. അത് പറയാനും പാടില്ല. വിശ്വസിച്ചവനെ വഞ്ചിക്കുന്നവൻ ഈമാനില്ലാത്തവനാണെന്ന് പറയും. അപ്പോൾ എനിക്ക് ഈമാൻ ഫുള്ളായിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, പടച്ച റബ്ബിനെ അറിയുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, വിശ്വസിച്ചവനെ വഞ്ചിക്കാൻ പാടില്ല. നമ്മളെ വിശ്വസിച്ച ഒരു കാര്യം അത് ആരോട് തന്നെ പറഞ്ഞാലും അത് പറയാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചെങ്കിൽ, ഇപ്പോൾ മസ്റൂറ മോള് മൊഴി കൊടുത്തു എന്നാണ് പറയണത്. അപ്പോൾ ഷാൻ എന്തോ വേണ്ടാത്തെന്തോ ചെയ്തു എന്ന് അത് അവൾ മാത്രമേ പറയണു കേട്ടോ, വേറെ ആരും പറയണത് ഞാൻ കേട്ടില്ല. അവളെ വീഡിയോസുകൾ കാണും, മറ്റുള്ളവർ വീഡിയോസുകളും ഞാൻ കാണും. കമൻറ്റ് ഇട്ടില്ലെങ്കിലും ലൈക്ക് അടിച്ചില്ലെങ്കിലും ലൈക്ക് അടിക്കും ഞാൻ, പക്ഷെ കമൻറ്റ് ഇടൂല, പക്ഷെ വീഡിയോസ് കാണും. അപ്പോൾ അവൾ പറയുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൽ ഈ കൗൺസിലിങ്ങിൻ്റെ കാര്യത്തിലും ഇതിലിങ്ങനെ മൊഴി കൊടുത്തു എന്നൊക്കെ എനിക്ക് പറയാം. എനിക്കുള്ള ഒരറിവ് വെച്ച് ഞാൻ പറയണത് എന്താ വെച്ചെങ്കിൽ, അങ്ങനെ ഒരു മൊഴി ആ മോള് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ ഏതറ്റം വരെ ആര് പോയിട്ടും കാര്യമില്ല. കാരണം കുഞ്ഞു മക്കൾ കൊടുക്കുന്ന മൊഴി തന്നെയാണ് അവർ പ്രാധാന്യം കൊടുക്കുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര തന്നെ കരഞ്ഞിട്ടും വിളിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല. ആ മക്കൾ കൊടുക്കുന്ന മൊഴി, ഒരു പക്ഷേ ആ മകൾ ചിലപ്പോൾ ഇങ്ങനെയൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല, ഊഹാപോഹങ്ങൾ വെച്ച് പറയുന്നതായിരിക്കാം. പിന്നെ ചെവിയിൽ വെള്ളമൊഴിച്ചവും ഇതൊക്കെ മോള് പറയണ്ടല്ലോ, നമുക്ക് നെജില തന്നെ പറഞ്ഞിട്ട് നമുക്കറിയാവുന്ന കേസുകളാണ്. പിന്നെ ഇനിയിപ്പോൾ മൊഴി കൊടുത്തത് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കൗൺസിലിങ്ങിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾ മൊഴി കൊടുക്കുകയാണെങ്കിൽ, ഏത് കുട്ടിയാണെങ്കിലും മൊഴി കൊടുക്കുകയാണെങ്കിൽ വേറുള്ളവർ ഇല്ല എന്ന് എത്ര അണമുറയിട്ട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അലമുറയിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർ ആ കുട്ടികൾ പറയുന്നത് മാത്രം തന്നെ വിശ്വസിക്കുള്ളൂ. പിന്നെ എനിക്കിപ്പോൾ തോന്നണം എന്താ വെച്ചെങ്കിൽ, ഇവരുടെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ആ മക്കളെ ജീവിതം സ്വൈരം സമാധാനവും ഇല്ലാതെ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റാതെ, ഉണ്ടായിട്ടും അത് തിന്നാൻ പറ്റാതെ, അത് വെച്ച് കൊടുക്കാൻ പറ്റാതെ, ആ കുട്ടി ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ട്, ഇന്നലെ ഇട്ടതാന്ന് തോന്നുന്നുണ്ട്, ചായതാമ്മ എന്ന് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്, വെക്കാൻ മക്കളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം കൊണ്ട് ആ മക്കളെ വരെ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കണം. പിന്നെ അസ്കർ നമ്മളെ മുമ്പിൽ കിടക്കുകയാണ്. അത് കാരണം കൊണ്ടാണ് ഇത്രയും ഈ പ്രശ്നങ്ങൾ ഗൗരവമായി എടുക്കുന്നത്. കാരണം ആ കുഞ്ഞിനോട് കാണിച്ച സ്നേഹം, ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ആ കുട്ടിനോട് കാണിച്ച സ്നേഹം ആ പെണ്ണിൻ്റെ അമ്മ, അഖിലയുടെ അമ്മ വന്ന് പറയുന്നുണ്ട്. കാരണം അത്രയും സ്നേഹത്തോടെ ആ കുട്ടീനെ വന്ന് കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി കയ്യിൽ വെച്ചിട്ട് ആ കുട്ടീനെ കടയിൽ കൊണ്ടുപോകും, എന്തെങ്കിലും സാധനങ്ങൾ അവന് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കും, തിന്നാൻ കൊടുക്കും. അവളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വെക്കാതെ നോക്കിയിരുന്ന കുട്ടിയാണ്. പക്ഷേ ലാസ്റ്റ് എല്ലാവരും അങ്ങോട്ട് ഒഴിഞ്ഞപ്പോൾ എന്തായി? അപ്പം അത് അങ്ങനെ ഇവൻ ചെയ്തെന്നല്ല പറയുന്നത്, പക്ഷേ ആ ഒരു അനുഭവം മുമ്പിലുള്ളതുകൊണ്ട് ജനങ്ങൾക്കും മറ്റുള്ളവർക്കും പേടിയാണ്. അവരൊരു മുൻകരുതലെടുക്കുകയാണ്, അല്ലാതെ ചെയ്തിട്ടല്ല. അവരൊരു മുൻകരുതലെടുക്കുകയാണ്. കാരണം അങ്ങനെ സംഭവിച്ചു പോകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അവരതൊരു മുൻകരുതലെടുക്കണതാണ്. അപ്പോൾ അങ്ങനെ ആ കുട്ടി നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കട്ടെ, അതിനിപ്പോൾ എന്താ അത്ര വലിയ പ്രശ്നം? പിന്നെ കുട്ടിയുടെ വാപ്പ വന്ന് കണ്ടത്, കുട്ടിയുടെ വാപ്പയല്ലേ കണ്ടത്, വേറെ ആരുമല്ലല്ലോ. ഇത്ര കാലം തിരിഞ്ഞു നോക്കിയില്ല, ശരി തന്നെയാണ്. ഇത്ര കാലം തിരിഞ്ഞു നോക്കിയിട്ടില്ല, ചിലവിന് വാങ്ങിയിട്ടില്ല, എല്ലാം ശരി തന്നെയാണ്. ഇപ്പോൾ തോന്നി ആ കുട്ടിക്കൊരു നല്ല കാലമാണ് ഇതിലൂടെ വരുന്നതെങ്കിൽ എന്തിനാണ് മറ്റുള്ളവർ അതിനെതിരെ നിൽക്കുന്നത്? നോക്കിക്കോട്ടെ, ഇത്ര കാലം ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഇത്ര കാലം നിൻ്റെ കൂടെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല നെജില, നീ ഒറ്റയ്ക്കായിരുന്നു, നീയും ആ മക്കളും ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല നിൻ്റെ കുടുംബത്തിനുള്ളവർക്ക്. പുറത്തുള്ളവരെന്തൊക്കെയോ സോഷ്യൽ മീഡിയയിൽ പറയുന്നില്ല, നിൻ്റെ കുടുംബം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം മറ്റൊരാൾ നിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് നിൻ്റെ കുടുംബത്തിന് തന്നെ എതിർപ്പായത്. അതും ഒരു
മദ്യപാനിയായ മനുഷ്യൻ നീ തന്നെ പറയുന്നു മദ്യപിച്ച് കഴിഞ്ഞാൽ ക്രിമിനലാണെന്ന്. അപ്പോൾ അതവർ കണ്ണി കാണുന്നു. ഒരുപാട് പ്രാവശ്യം കയറി വന്ന് അടിയും കൊടുത്ത് വിടുന്നു. അത് കഴിഞ്ഞ് പിന്നെയും വരുന്നു. ലാസ്റ്റ് ദിവസം പോയ അന്നും നീ അതന്നെ പറഞ്ഞ് 12 മണിക്ക് വന്നു, ഞാൻ ഡ്രസ്സെല്ലാം കവറിലാക്കി കൊടുത്തു വിട്ടു, ഇനി വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് തന്നെയാണ് നീ പറഞ്ഞത്. അതിൻ്റെ നേരെ പിറ്റേ ദിവസം തന്നെ നീ വന്ന് കാറിലിരുന്ന് ഇതേ വീഡിയോ ചെയ്യുന്നു, അങ്ങനെയാണ് പറഞ്ഞിട്ട്. അപ്പോൾ നീ പറയുന്നതിലൊരു വ്യക്തതയില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ നിന്നെ എടുത്ത് ഇങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടി അവിടെ നിന്നോട്ടെ. ഇനി മൊഴി കൊടുത്താൽ ആ കുട്ടി കൊടുക്കുന്ന മൊഴി തന്നെയായിരിക്കും ഏറ്റവും പ്രധാനം. അല്ലാതെ ഏത് കോടതിയിൽ പോയിട്ടും ഒരു കാര്യമില്ല. ആ കുഞ്ഞ് 11 വയസ്സില്ല കുഞ്ഞ് എന്ത് മൊഴി കൊടുത്തോ ആ മൊഴി തന്നെയായിരിക്കും സത്യം. അല്ലാതെ എത്ര അലമുറ ഇട്ടിട്ടും ആ മൊഴിയിൽ നിന്നും അതല്ല ഇങ്ങനെയാണ് എന്നുള്ള വിധി അവരെഴുതില്ല. ആ കുട്ടി പറയുന്നത് തന്നെയായിരിക്കും മൊഴി. അതിലിനി ആ കുട്ടി എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും കൺമുമ്പിലല്ലേ അത്. പിന്നെ മക്കളോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് മറ്റേ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കും. അവിടെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ട്. അതൊക്കെ ആളുകളില്ലാത്തവർക്കാണ്, അല്ലെങ്കിൽ നോക്കാൻ പറ്റാത്തവർക്കാണ്. ഇതിപ്പോൾ സൗകര്യമായിട്ടൊരു വാപ്പയും ഉമ്മയുണ്ട്, അവർ നോക്കുക, അവർ പഠിപ്പിക്കണ. ഇപ്പോൾ നിനക്ക് പഠിപ്പിച്ചു കൊടുക്കാമല്ലോ ആ കുട്ടിക്ക്, നീ പഠിപ്പിച്ചു കൊടുത്താൽ നിൻ്റെ അടുത്ത് തന്നെയല്ലേ വന്ന് പഠിച്ചിട്ട് പോയിരുന്നത്. വാപ്പാനെയും ഉമ്മാനെയൊന്നും ഇങ്ങനെ കുറ്റം പറയില്ല. അത് ഞാൻ അടുത്തൊരു വീഡിയോസായിട്ട് വരാം. ഏതായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീണ്ടും കാണാം ആയുസ്സുണ്ടെങ്കിൽ.